നമസ്കാരം. ഇസ്രായേൽ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏത് നിമിഷവും നിലം പതിക്കും. ഇത് പറയുന്നത് ഇവിടെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗമാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രശ്നമാണ്, കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകരുത്, ഗസയിലെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം, റഫയിലൊരു കടന്നുകയറ്റത്തിന് മുതിരരുത്, ആ ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രായേലിലെ സാധാരണക്കാരെ ശാന്തമാക്കണം, അവിടുത്തെ പ്രക്ഷോഭങ്ങൾ ഒതുക്കണം, വിഷയങ്ങളിലേക്ക് പോകരുത് എന്ന ഉപദേശം ഇസ്രായേലിന് ഒരുപാട് ആളുകൾ കൊടുത്തിരുന്നു. എന്നാൽ അത്തരത്തിൽ ഉപദേശിക്കുന്ന ആളുകൾ ഇസ്രായേലിൻ്റെ പരാജയം ആഗ്രഹിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അത്തരത്തിലൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും എന്തായാലും അവർ വലിയ പ്രയാസത്തിലാണ്. അവരുടെ ഒരു നാണക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അവർ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അപകടത്തിലാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏത് നിമിഷവും താഴെ വീണേക്കാം. അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇപ്പോഴും കാര്യമായ രീതിയിൽ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇറാൻ്റെ ഒരു സഹായമാണ് ഇവിടെ ഹിസ്ബുള്ളക്കും അതുപോലെ തന്നെ ഹമാസിനും ഹൂത്തികൾക്കുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇവിടെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാം. എന്തായാലും കഴിഞ്ഞ ദിവസം UN സുരക്ഷാ കൗൺസിലിൽ റഷ്യയും അതുപോലെ തന്നെ ഫലസ്തീനും ഇസ്രായേലിനെ ഒരു മൂലക്കിരുത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികർ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തി എന്നതാണ് ആരോപണം. അത്തരത്തിലുള്ള വിഷയങ്ങൾ UN സുരക്ഷാ കൗൺസിലിൽ അവർ ഉന്നയിച്ചു. ഇസ്രായേലിനൊരു മൂലക്കിരുത്തി. അതായത് ഇസ്രായേലിൻ്റെ പല നീക്കങ്ങളെയും റഷ്യ ശക്തമായി അപലപിച്ചു. യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണമെന്നുള്ള ഒരു ആഹ്വാനം റഷ്യ നടത്തി. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്ത സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ അവസ്ഥ അതീവ പരിതാപകരമാണ്. അതുപോലെ തന്നെ ഫലസ്തീനിലെ സാധാരണക്കാരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഈ റമദാൻ മാസം തുടങ്ങിയിട്ട് പോലും അവിടെ ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പ്രശ്നം അതീവ ഗുരുതരമാണ്. സാധാരണക്കാരെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതേസമയം റഫയിലെ സാധാരണക്കാരെ അവർ കൊന്നു തള്ളുമെന്ന ഒരു ഭീഷണി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അവർ ഇതുവരെ മുതിർന്നിട്ടില്ല. അതേസമയം ഇവിടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പരാജയത്തിലേക്ക് പോകുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് കാണാനാകുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും 100ഓളം വരുന്ന റോക്കറ്റുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ചെന്ന് പതിച്ചത്. വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായി എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ വിശ്വസിച്ച് ഇസ്രായേലിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും ജോലിക്ക് പോയിട്ടുള്ള ആളുകളുടെ ജീവൻ വലിയ അപകടത്തിലാണ്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ അങ്ങോട്ട് പറഞ്ഞയച്ചത് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളാണ്. ഉത്തർപ്രദേശും അതുപോലെ തന്നെ ഹരിയാനയും ഇസ്രായേൽ നിങ്ങളെ വിളിക്കുന്നു, വലിയ ശമ്പളം നിങ്ങൾക്ക് തരും, അവിടെ ജോലി ഒഴിവുകളുണ്ട്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പണക്കാരനാകാം എന്ന പരസ്യങ്ങളൊക്കെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകളിൽ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് 5ഉം 6ഉം ലക്ഷങ്ങൾ കൊടുത്ത് പല ഏജൻസികൾ വഴിയും ഇസ്രായേലിലേക്ക് ഒരുപാട് ആളുകൾ പോയി. എന്തായാലും അത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും ലബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗസയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും നമുക്ക് പുറത്ത് അറിയുന്ന വിവരങ്ങൾ. അതായത് ഇസ്രായേലിലെ ആളുകൾ മരിച്ചു വീഴുന്നുണ്ടോ, അവിടെ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് പുറം ലോകത്തേക്ക് എത്തുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമാണ് പല ഇസ്രായേലി മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. എന്തായാലും ഇസ്രായേൽ അത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ മരിച്ചാൽ തീർച്ചയായും അത് പുറത്തു വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ, അതിൽ തർക്കമൊന്നുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മാറ്റി നിർത്താനും കഴിയില്ല. പക്ഷെ ഞങ്ങളൊരു വര വരച്ചിട്ടുണ്ട്. ആ വര എന്ന് പറയുന്നത് റഫേൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ, അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഞങ്ങൾ വരച്ച ആ വര ഇസ്രായേൽ മറികടക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരിക്കലും റഫേൽ ഒരു ആക്രമണം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രായേലിനെ
പിന്തുണയ്ക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഉള്ളിലിരിപ്പ് മറ്റൊന്നായിരിക്കാം. കാരണം അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ തള്ളിപ്പറയാനൊന്നും ബൈഡൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇസ്രായേലിന്റെ പല നീക്കങ്ങളിലും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ പതനം അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ അതൃപ്തി. നേരത്തെ ഗസയിൽ ആക്രമണം നടത്തുന്ന സമയത്തും ഒരുപാട് ലോകരാജ്യങ്ങൾ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുതെന്ന്. കഴിഞ്ഞ ദിവസം ഖത്തർ പറഞ്ഞത് ഇസ്രായേലിനകത്ത് തീപിടിച്ച സാഹചര്യമാണ്. ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രദേശത്തെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇടപെടണം, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു ആവശ്യം ഖത്തർ ഉന്നയിച്ചിരുന്നു. അതുപോലെ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനോട് സംയമനം പാലിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഇസ്രായേൽ വലിയ നാണക്കേടിലാണ്. അതായത് ഹമാസുമായി തോറ്റുപോയി, ഹൂത്തികളുമായി തോറ്റുപോയി, ഹിസ്ബുള്ളയുമായി തോറ്റുപോയി. ഈ തോൽവി സമ്മതിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. അതായത് യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ തോൽവി സമ്മതിക്കുന്നത് മാതിരിയാണ് എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അവർ തന്നെ തുറന്നു പറഞ്ഞ കാര്യം റഫേൽ ഞങ്ങൾ ആക്രമണം നടത്തുന്ന കാര്യം ഞങ്ങളോട് വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളുടെ പരാജയമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതായത് റഫേൽ ആക്രമണം നടത്തിയാൽ മാത്രമേ ഞങ്ങൾ വിജയിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതുവരെ നടത്തിയ മുഴുവൻ നീക്കങ്ങളും പരാജയമാണ്. അത് ഇസ്രായേൽ തന്നെ തുറന്നു സമ്മതിച്ച കാര്യമാണ്. എന്തായാലും ഇസ്രായേലിന്റെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്, ഒരു ഈഗോ പ്രശ്നമാണ്. ഹമാസുമായി ഒരു തോൽവി സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ വലിയ അഭിമാന പ്രശ്നമാണ്. ഹൂത്തികളുമായി ഒരു ചെറിയ സംഘവുമായി ഒരു തോൽവി അവർക്ക് സമ്മതിക്കേണ്ടി വരുമ്പോൾ, ഹിസ്ബുള്ളയുമായി തോൽവി സമ്മതിക്കേണ്ടി വരുമ്പോൾ അത് അവരുടെ വലിയ അഭിമാന പ്രശ്നമായി അവർ കാണുന്നു. ഒരു കാര്യം ഇസ്രായേൽ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ചെറിയ സംഘങ്ങൾ മാത്രമല്ല, അവർക്ക് പിന്നിൽ വലിയ രാജ്യങ്ങളുണ്ട്. ഇറാൻ ശക്തമായ പിന്തുണ ഈ 3 സംഘങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഇറാഖിൽ നിന്നും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനും ഇറാന്റെ പിന്തുണയുണ്ട്. ഇനി ഇതിന് പുറത്ത് റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരും ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരക്ക് അപ്പുറത്തേക്ക് ഇസ്രായേൽ കടന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടേണ്ടി വരും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞത്. ഇസ്രായേലിന്റെ അവസ്ഥ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. കൂടുതൽ അപകടത്തിലേക്കാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇസ്രായേൽ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.